ഹലോ, അസ്സാം വലൈക്കും. ഞാനൊരു സ്ക്വാഷ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടീൻ്റെ പൂവാണ് എടുത്തിട്ടുള്ളത്. ആ പൂവാണ് ഇത്. ഞാൻ നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ പഞ്ചസാര ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഈ പുഷ്പത്തിനെ നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഈ തിളച്ച് വരുന്ന പഞ്ചസാരയിലോട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം തിക്കായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുഴമ്പ് രൂപത്തിൽ കിട്ടും. നല്ലോണം വെള്ളം കുറച്ചെടുത്തിട്ട് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര പഞ്ചസാര ആവശ്യം വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൂവിനെ അരച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു നാരങ്ങൻ്റെ മുറി അതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ നല്ല ഇതാണ് കേട്ടോ. തണുപ്പിച്ചെടുത്ത നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമല്ല തിളപ്പിച്ചത്. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് ഉണ്ട് ജ്യൂസ്. അപ്പം നമുക്ക് വെറുതെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഹെൽത്തിയാണ്. അപ്പോൾ ഇത് വെറുതെ ഇതുപോലെ ഇങ്ങനെ കുടിക്കുക. പിന്നെ നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കാം. നമ്മൾ റോസ് പൂവ് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കട്ടോ. ഇതുപോലെ റോസാപ്പൂ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.